ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഞാൻ ഇപ്പൊ വന്ന് എന്തിനറിയോ? ഇവളെ കുറിച്ച് പറയാനാണ്. ആരത്? സുഹൈബത്തുൽ അസ്ലമിയ. ഇവളോട് ദേഷ്യമില്ല, മുസീബത്തുൽ അസ്ലമിയ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ദേഷ്യമൊന്നുമില്ല കേട്ടോ. കാരണം എന്താ അറിയോ, അധ്വാനിച്ച് ജീവിക്കല്ലേ, അതിലൊന്നും ഞാൻ തെറ്റ് പറയില്ല. ഞാൻ എന്താ പറയാ, നന്നായിട്ട് ഇതിനു മുമ്പ് സപ്പോർട്ട് ചെയ്ത ഒരാളും കൂടിയാണ്. എന്തൊക്കെ പറഞ്ഞാലും ശരി, ആരൊക്കെ ഉപദ്രവിച്ചാലും ശരി, ഇരുന്ന് കരയാന്നല്ലാതെ സോഷ്യൽ മീഡിയ കയറിയിട്ട് അവരെ തെറി വിളിക്കാനോ അവരെ മോശം പറയാനോ ഒന്നും നിൽക്കാത്തൊരു സ്ത്രീ എന്നുള്ള നിലക്ക്. പിന്നുള്ളതൊക്കെ അവരെ ഇഷ്ടമാണ്. കാരണം മാന്യമായിട്ട് ജോലിയെടുത്ത് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഞാൻ അവരെന്ത് പാഷൻ ഉപയോഗിച്ചാലും അത് അവരവരുടെ പടച്ചവനല്ലേ, അതൊന്നും നമുക്ക് പ്രശ്നമില്ല, അതിനൊന്നും ഇവിടെ എതിർപ്പില്ല. പക്ഷെ എനിക്കിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടു, അപ്പോഴാണ് എൻ്റെ കിളി പോയത്. ആ വീഡിയോ എന്താന്ന് ഞാൻ കാണിച്ചത്. ഇതാ, അതായത് എൻ്റെ ഈ നിക്കാഹിന് വല്ലാത്തൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ മുമ്പ് ഇപ്പൊ 2-3 വിവാഹത്തിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അതിനൊന്നും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നില്ല. എന്തായാലും ബാക്കി കേൾക്കാം. അതായത് മറ്റേ ഈ നിക്കാഹിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അവള്. കേരളത്തിൽ നിന്ന് UAE ഫ്ലൈറ്റ് കയറിയിട്ടാണ് വന്നിക്കണെന്ന്. ഞങ്ങളൊക്കെ സാധാരണ നടന്നിട്ടാ പോക്കെ. അതൊക്കെ വലിയൊരു സംഭവം തന്നെയാണ്. കാരണം പെട്ടെന്ന് ഒരാളെ കൊണ്ട് കൂട്ടിയെ കൂടുന്ന കാര്യമൊന്നും അല്ല അത്. ഞാനൊക്കെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ദുബായിക്ക് UAE പോയത് നടന്നിട്ടാ. കാരണം എന്താ ചെയ്യാ, ഫ്ലൈറ്റ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും ഓൾക്ക് ഫ്ലൈറ്റ് കിട്ടിയേക്കണു. ബാക്കി കേൾക്കാം. ഓൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇവളെ കൊണ്ട് തന്നെ മേക്കപ്പ് ചെയ്യിപ്പിക്കണം. കാരണം കഴിഞ്ഞ കല്യാണത്തിന് ഇവളെ കിട്ടിയിട്ടില്ല. അപ്പൊ അതിന്റെ വാശിക്ക് എന്ത് ചെയ്ത് ഓനെ ഒഴിവാക്കിയിട്ട് ഇവളെ കൊണ്ട് ഒരു മേക്കപ്പാണ് ചെയ്തിട്ട് ആദ്യമേ നോക്കാം നമുക്ക് ഇനി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ 3ാമത് ഒരു നിക്കാഹും കൂടി ചെയ്തിരിക്കണേ. അതിനെന്തായാലും പഠിച്ചോന്റെ വേണ്ടും കണ്ട് ഈ ഓള് സ്വപ്നം കണ്ട അതേ ആർട്ടിസ്റ്റ് തന്നെ കിട്ടിയിരിക്കണം. ബാക്കി പറയാം. ഇത് മറ്റേ ഫഹദ് ഫാസിലിന്റെ മാതിരി പറഞ്ഞിട്ട് ഇവള് നിന്നിട്ട് ഇങ്ങനെ പുകത്ത് അപ്പുറത്ത് നിന്നിട്ട് ഓള അതെ ഇവളെ പുകത്തിന് ഇവളെന്നെ അതെ അറിയണേ. അതൊന്നും വേണ്ട കേട്ടോ, ഞങ്ങള് പുകത്തിക്കോളാം. അതെന്തായാലും പൊളിച്ചു. ഓള് പറഞ്ഞത് കേട്ടോ, എന്താണ്, താങ്ക് യു സുലു, കാരണം നിക്കാഹിനുള്ള ആ മേക്കപ്പ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ, അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇനിയിപ്പോ ഇവളേക്കാ വലിയൊരു ആർട്ടിസ്റ്റിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കൊണ്ടൊന്ന് മേക്കപ്പ് ചെയ്യണമെന്ന് തോന്നുമോ സുഹൈബത്തുൽ അസ്ലമിയ? ഇപ്പൊ 2 മാസം മുമ്പ് വേറൊരാളെങ്ങനെ മറ്റേ കാണിച്ചിരുന്നത്, ഇതാണ് എന്റെ അച്ചുക്ക, ഇതാണ് എന്റെ അച്ചുക്ക എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇത് കാണിച്ചിരുന്നു. ഇതിപ്പോ എന്താ പറ്റി ഉദ്ദേശിക്കണേ? എന്താ എന്റെ തീരുമാനം? അല്ല, ഈ സാധാരണക്കാർക്കൊന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇതിപ്പോ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കാർ ഇങ്ങനെ പല കമ്പനിയും വാങ്ങാം. ഇതിപ്പോ ഈ മാപ്പിളിനെ അങ്ങനെ വാങ്ങുന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ ഇടങ്ങേറല്ലേ മകളെ. അതും ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ട് ഒന്ന് മേക്കപ്പ് ചെയ്യണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. ഞങ്ങൾ ഇടയ്ക്ക് ചാറ്റ് ചെയ്യലൊക്കെ ഉണ്ട്. മാഷാ അല്ലാ, അതാണ് സാധിച്ചു എന്ന്. അപ്പോഴും മാപ്പിള ഒന്നാണ് മാറിയിരിക്കണു എന്നുള്ളത് ഓള് വളരെ എന്താ ലാഘവത്തോടെ ഓള് പറയുന്നത്. ഇവിടെ ആർക്കാ ഇമ്പോർട്ടന്റ് അധികം എന്നറിയോ? പുതിയ മേക്കപ്പ് ആർട്ടിസ്റ്റിന്. കാരണം ഓളെ വലിയൊരു ആഗ്രഹമായിരുന്നു മറ്റേ ഇവളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചിട്ട് ഓളൊക്കെ മറ്റേ സോഷ്യൽ മീഡിയയിൽ ഓള് മറ്റുള്ള ഇടുന്നതിന് ഡെയിലി കാണലുണ്ട്. അപ്പോ എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. എന്തായാലും 3ാമത്തെ നിക്കാഹിന് മാഷാ അല്ലാഹ് വന്നല്ലോ എന്ന്. ഈ കാറും വണ്ടിയും മാറ്റണ മാതിരി ഇങ്ങനെ മാപ്പിള മാറ്റരുത് കേട്ടോ. കാരണം എന്താ അറിയോ, ഇപ്പൊ തന്നെ ഇപ്പൊ ഏതൊക്കെ ജില്ലയിൽ നിന്നായി സംഭവം. വേറൊന്നും കൊണ്ടല്ല, എന്നോട് ഭയങ്കര ബഹുമാനം ഉണ്ടായിരുന്നു എനിക്ക്. മറ്റുള്ള മാതിരി അല്ല ഈ എന്നുള്ളൊരു ചിന്താഗതിക്കാരനായിരുന്നു ഞാൻ. എന്റെ സ്വന്തമായി അധ്വാനിച്ചു, ഒന്നുമില്ലായ്മന്ന് വീട്ടുകാരുടെ ആയാലും കുടുംബങ്ങളുടെ ആയാലും പിന്നെ നാട്ടുകാരുടെ ആയാലും ഒരു സപ്പോർട്ടും ഇല്ലാതെ വന്ന ഒരാളാണ് ഈ. കാരണം സോഷ്യൽ മീഡിയയിൽ ഒന്ന് മുഖം കാണിച്ചിട്ട് ഒന്ന് ക്ലിക്ക് ആകാൻ വേണ്ടിയിട്ട് മതി എന്ത് വഴിയും സ്വീകരിക്കാവുന്ന നടക്കുന്ന പെണ്ണുങ്ങളിലെ ഒരു കാലഘട്ടത്ത് അൻ്റെതായ വഴിയിലൂടെ പോരാടി ഒരു വിജയത്തിലേക്ക് എത്തിയ പെണ്ണ. അതൊക്കെ ഞാൻ 100 വട്ടം സമ്മതിക്കണം, അത് എവിടെയും ഞാൻ പറയും. പക്ഷെ ഈ മാപ്പിള അങ്ങനെ മാറ്റിയാണ് ഇച്ച് പറ്റാത്തത്. ഇതിന്റെ റീസൺ കേട്ട അതിനൊക്കെ വലിയ കോമഡി. ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ട് മറ്റേ ചെയ്യിപ്പിക്കണം വലിയ പൂതിയായിരുന്നു. എന്തായാലും മാഷാ അല്ലാഹ് 3ാമത്തേനോള് വന്നിരിക്കണു. അപ്പൊ ഇനി വേറെ കാര്യം ഉണ്ടോ, ഇനി ആ പേജൊക്കെ അൺഫോളോ ചെയ്തല്ലോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിക്കും നല്ലതുണ്ട് വേറെ. ഇതൊക്കെ കാണുമ്പോൾ കട്ടണം എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനെന്നെ നേരം ഉണ്ടാവുള്ളൂ. ഇതൊന്ന് കല്യാണം കഴിച്ചു, അതില് എത്ര ഒരു കുട്ടിയുണ്ട്. പിന്നൊന്ന് കല്യാണം കഴിച്ചില് പിന്നെ എത്ര ഒരു കുട്ടി 2 കുട്ടി അതുണ്ട്.
ഇനിയിപ്പോ ഈ കുട്ടികളെയും പാടെ കൂട്ടിയിട്ടാണ് ഇപ്പൊ ഇനി മൂന്നാമത്തെ കല്യാണത്തിന് വരുന്നത്. ആ ഒരു ഓർമ്മ എനിക്ക് വേണം. ഇനി ഇങ്ങനത്തെ കായുണ്ടെങ്കിൽ വെറുതെ പാവങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുത്തളാ. എന്തിനാ അതിനൊക്കെ പാട് ഈ മാപ്പിള മാറ്റാൻ നോക്കണു? ഇതിനൊക്കെ എത്ര ചെലവ് വേണം? ഈ വണ്ടി മാറ്റണ മാതിരി മാപ്പിളനെ ഇനി മാറ്റിയതട്ടെ. പൊന്നാരത്തെ മുസീബത്തുൽ അസ്ലം അല്ല സ്വൈബത്തുൽ അസ്ലമിയ എന്നോട് ഇഷ്ടം കൊണ്ട് പറയാണ്. ഞാൻ സത്യം പറയട്ടെ, ഞാൻ ഇപ്പഴാണ് കാണുന്നത് അന്റെ ഈ വീഡിയോ. അപ്പളാ റബ്ബ് ഇതിന്റെ മുമ്പല്ലേ 2 നടന്നിന്ന്. ഇതിപ്പോ എന്താ പുതിയത്? ഞാൻ വിചാരിച്ചു വല്ല മറ്റേ ഇതിന്റെ പരിപാടി എന്തെങ്കിലും നടക്കാച്ചിട്ട് ഞാൻ ഫുള്ള് കയറി ചെക്ക് ചെയ്തപ്പോ സംഗതി സത്യാണേ. ഓള് കെട്ടുക പുതിയ കല്യാണ. അതും ഞാൻ പറഞ്ഞില്ലേ, കല്യാണത്തിന്റെ ഒക്കെ പ്രത്യേകതയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റിന്. അത് മാഷാ അല്ലാ, അത് ഓളെ കൊണ്ട് നടന്നു. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, അഥവാ വല്ലതും സംഭവിച്ച ഓളെ മേക്കപ്പ് മോശമായിട്ടാണെന്ന് പറയാൻ നിൽക്കരുത് കേട്ടോ. അതും ആ പെണ്ണിന്റെ മണ്ടിക്ക് പോകും. എന്തായാലും വിഷ് യു ഹാപ്പി മാരീഡ് മേക്കപ്പ് ലൈഫ്. ഓക്കെ, എന്നാ ശരി.